الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون؟ قالوا نعبد أصناما فنظل لها عاكفين. قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون؟ قالوا بل وجدنا آباءنا كذلك يفعلون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യന് അവൻ്റെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥമായ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം മഹത്തായ പ്രതിഫലമായി നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്
കാരുണ്യവാനായ നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരു ഹജ്ജ് സീസണിലാണ് ഇപ്പോഴുള്ളത്. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് ശവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള കാലം ആ സീസൺ ഹജ്ജ് സീസണാണ്. നമുക്കിടയിൽ വളരെ ആവേശകരമായി സന്തോഷകരമായി വലിയ അളവിൽ ഹജ്ജിനായുള്ള യാത്ര പറച്ചിലുകളും ഹാജിമാർക്ക് ഉള്ള യാത്രയയപ്പ് പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭവുമാണ്. ഹജ്ജെന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ഭൂമിയിൽ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനത്തെ ലക്ഷ്യം വെച്ച് ഉള്ള യാത്രയാണ്. ആ യാത്രയെ തുടർന്ന് ആ കഅബയും ആ കഅബയ്ക്ക് ചുറ്റുമുള്ള പരിശുദ്ധ ഹറമും ആ ഹറമിനും പുറത്തേക്ക് കടന്ന് അല്ലാഹു പുണ്യമാക്കിയ അറഫയുടെ മണ്ണിലെത്തി അവിടെ വെച്ചും നിർവഹിക്കുന്ന ആരാധനാ അനുഷ്ഠാനങ്ങളാണ് ഹജ്ജ്. ഹജ്ജിന്റെ ആതിഥ്യമരുളുന്ന ഭൂമിയിലെ അല്ലാഹുവിന്റെ ആദ്യത്തെ ഭവനം പരിശുദ്ധ കഅബയുടെ അറിയപ്പെടുന്ന ചരിത്രമനുസരിച്ച് അതിനെ ഭൂമിയിൽ പുനർനിർമ്മിച്ചിട്ടുള്ളത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സകല മനുഷ്യരെയും ഹജ്ജിനു വേണ്ടി യാത്ര നടത്തുവാൻ, ഹജ്ജിനു വേണ്ടി സന്ദർശിക്കുവാൻ, കഅബയിലേക്ക് എത്തിച്ചേരുവാൻ വിളംബരം ചെയ്തിട്ടുള്ളത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിമേ ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, താങ്കൾ വിളംബരം ചെയ്താൽ മതി. ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിലുള്ള വിവിധ കാലഘട്ടങ്ങളിൽ ലോകത്ത് ജനിച്ചു ജീവിക്കുന്ന മനുഷ്യരിലേക്ക് താങ്കൾ ഈ വിജനമായ മക്കയുടെ മണ്ണിൽ വെച്ച് നടത്തുന്ന വിളംബരം എത്തിക്കുവാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾ വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലൻ, ആ ജനങ്ങൾ അവിടേക്ക്, ആ പരിശുദ്ധ കഅബാലയത്തിലേക്ക് കാൽനടയായി വന്നെത്തിച്ചേരും ഹജ്ജ് നിർവഹിക്കുവാൻ. വയഅ്തീന അലാ കുല്ലി ളാമിരിൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വാഹനപ്പുറത്തേറിയും ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ നിന്ന് അവർ ഈ പരിശുദ്ധ ഗേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ആവശ്യപ്പെട്ടതാണ്. ആ ആവശ്യത്തെ മുൻനിർത്തി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള ആഹ്വാനത്തിനുള്ള മറുപടിയായിട്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർഷം തോറും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക
എന്ന് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട്, തൽബിയത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം ചെയ്യുക എന്നതാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നീ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ നടത്തിയിട്ടുള്ള വിളംബരത്തിന്, ക്ഷണത്തിന്, വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്ത് കടന്നു വരികയാണ് എന്നാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ കഅബ കാണും വരെയുള്ള സന്ദർഭങ്ങളിൽ. പിന്നീട് ഹജ്ജിനായി മക്കയിൽ വെച്ച് ഇഹ്റാം ചെയ്തതിന് ശേഷം ദുൽഹജ്ജ് 10 അന്ന് ജംറയിൽ കല്ലെറിയുന്നത് വരെയും ആ തൽബിയത്താണ് ഹാജിമാർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തൽബിയത്തിന്റെയും അതുപോലെ തന്നെ ഹജ്ജിലെ ഉടനീളമുള്ള കർമ്മങ്ങളിലെയും, അതേപോലെ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മരണയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെയും ഏറ്റവും മർമ്മപ്രധാനമായ വശം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതിനിധീകരിച്ച, വിട്ടുവീഴ്ചകളില്ലാതെ അദ്ദേഹം പ്രതിനിധീകരിക്കുകയും പ്രബോധനം നിർവഹിക്കുകയും ചെയ്ത, അദ്ദേഹം ജീവിതത്തിലെ സകല ത്യാഗങ്ങളും അനുഷ്ഠിച്ച തൗഹീദ്, അതാണ് ഹജ്ജിന്റെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏകനായ അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ കടന്നു വരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു, നീ ഏകനാണ്, നിനക്കൊരു പങ്കുകാരുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചും ഉറക്കെ പ്രഖ്യാപിച്ചുമാണ് റബ്ബേ ഞാൻ ഹജ്ജിനായി നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് കടന്നു വരുന്നത്. ആ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് തുടർന്നും ആ തൽബിയത്തിലുള്ളത്. ഇന്നൽ ഹംദ, സകല സ്തുതിയും നിനക്ക് മാത്രമാകുന്നു. സ്തുതികളിൽ, പ്രശംസകളിൽ നിന്നോട് പങ്കുചേരാൻ ഒരാളുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാൻ കടന്നു വരുന്നത്. വന്യഅമത, അതുപോലെ തന്നെ സ്തുതികൾ നിനക്ക് മാത്രമാണ് എന്നതല്ല, സകല അനുഗ്രഹങ്ങളും നിനക്ക് മാത്രമാണ്. ഈ ഭൂമിയിൽ മനുഷ്യർക്കാവശ്യമായ സകല സൃഷ്ടിചരാചരങ്ങൾക്കും ആവശ്യമായ സകല അനുഗ്രഹങ്ങളുടെയും ദാതാവ് നീയാണ്. സകല അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ അതോറിറ്റി നീ മാത്രമാകുന്നു എന്നാണ് ആ പ്രഖ്യാപനം. അങ്ങനെ ഹംദും നിഅമത്തും മാത്രമല്ല, വൽ മുൽക്ക്, സകല അധികാരങ്ങളും ഈ പ്രപഞ്ചത്തിന് മേൽ, ഈ ഭൂമിക്ക് മേൽ, ആകാശ ലോകങ്ങൾക്ക് മേൽ, സൃഷ്ടിചരാചരങ്ങൾക്കുമേൽ, ഈ പ്രപഞ്ചത്തിലെ സകല വ്യവസ്ഥകൾക്കും മേൽ, എല്ലാറ്റിനും മേലുള്ള ആത്യന്തികമായ അധികാരവും ഉടമസ്ഥാവകാശവും അല്ലാഹുവേ നിനക്ക് മാത്രമാകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹാജിമാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ നൽകപ്പെട്ടിട്ടുള്ള വിളംബരത്തിന് മറുപടി ചെയ്തുകൊണ്ട്, ഉത്തരം ചെയ്തുകൊണ്ട് ഹജ്ജിനായി കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് ഹജ്ജിലെ കേന്ദ്ര കഥാപാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് എന്നല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതിനിധാനം ചെയ്ത തൗഹീദാകുന്നു ഹജ്ജിലെ കേന്ദ്ര കഥാപാത്രം, കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഹജ്ജ് സീസണിൽ മുസ്ലിങ്ങളായ സകലരും, ഹാജിമാരായവരും അല്ലാത്തവരും, ഈ ഒരു ഹജ്ജ് സീസണിൽ പുനരാലോചന നടത്തേണ്ടതും പുനഃപരിശോധന നടത്തേണ്ടതും തങ്ങളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന തൗഹീദിന്റെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ചും ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുമാണ്. ഈ സീസൺ, ഈ കാലം നമുക്ക് നമ്മുടെ അള്ളാഹുവിലുള്ള, ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസത്തെയും ഭയത്തെയും പ്രതീക്ഷയെയും ഒന്ന് പുനഃപരിശോധിക്കാനുള്ള സന്ദർഭമായി നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ തൗഹീദിന്റെ പ്രബോധനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി ധാരാളം സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ സൂറത്തുൽ അംബിയായിൽ ദീർഘമായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട സന്ദർഭം സൂറത്തു ശുഅറായിൽ മൂസാ നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കഥ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രബോധന വൃത്താന്തങ്ങൾ
നബിയോട് ജനങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറയുന്നിടത്താണ്. അതിലെ ഏതാനും ആയത്തുകൾ, ആ അവതരണത്തിന്റെ തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകളാണ് ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത്. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം, പ്രവാചകരെ അവരോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വാർത്ത, അദ്ദേഹത്തിന്റെ ചരിത്രം അത് പറഞ്ഞു കൊടുക്കുക, അത് പാരായണം ചെയ്തു കൊടുക്കുക. ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ, അദ്ദേഹം വളരെ മനസ്സിൽ തട്ടുന്ന, വളരെ ലോജിക്കലായ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തന്റെ പിതാവിനോടും തന്റെ രാജ്യത്ത് വസിക്കുന്ന ജനങ്ങളോടും സമൂഹത്തോടും അദ്ദേഹം നിങ്ങൾ എന്തിനെയാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഖാലൂ നഅ്ബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ, അതിനവരുടെ മറുപടി ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ചില വിഗ്രഹങ്ങളെയാണ്, ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിച്ചും പൂജകളർപ്പിച്ചും സഹായം തേടിയും ഞങ്ങൾ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിലാണ് ഭജനമിരിക്കുന്നത് എന്നതാണ് അവർ മറുപടി പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് തിരിച്ചു ചോദിച്ചത്, ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങളെങ്ങനെ കുത്തിയിരുന്ന് ഇവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ കേൾക്കുന്നുണ്ടോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു. ഔ യൻഫഊനകും ഔ യദുറൂൻ, അതല്ല അവർ നിങ്ങൾക്ക്, ആ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യുമോ, നിങ്ങൾക്ക് വല്ല ഉപദ്രവവും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് അവരോട് ചോദിച്ചു. ആ ചോദ്യത്തിന് അവർ ബുദ്ധിപരമായി ആലോചിച്ചപ്പോൾ അവർക്ക് നെഗറ്റീവായ ഉത്തരമാണ് കിട്ടിയത്. യഥാർത്ഥത്തിൽ നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയുകയില്ല, നമ്മോട് തിരിച്ചൊന്നും മിണ്ടാൻ കഴിയുകയില്ല, നമുക്ക് ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്തു തരാൻ അവക്ക് കഴിയില്ല, നമുക്കൊരു ഉപദ്രവവും ഏൽപ്പിക്കാനും അവക്ക് കഴിയില്ല എന്നത് അവരുടെ സാമാന്യ ബുദ്ധി കൊണ്ട് അവർ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ആ തിരിച്ചറിഞ്ഞതിനെ അംഗീകരിച്ച് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നതിന് പകരം പെട്ടെന്ന് അവർ മലക്കം മറിയുകയും അവർ ഞങ്ങളുടെ പ്രപിതാക്കളെ, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്, അതുകൊണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ചര്യകളെ, അവരുടെ ആരാധനാ രീതികളെ, അവരുടെ വിശ്വാസാചാരങ്ങളെ, ഇതിനെയൊക്കെ പിൻപറ്റുക എന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് നിങ്ങളും നിങ്ങളുടെ പഴയ കാലം മുതലുള്ള പൂർവ്വപിതാക്കന്മാരും യഥാർത്ഥത്തിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണെന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, ഈ യഥാർത്ഥ ദൈവമല്ലാത്ത സകല ദേവന്മാരും ദേവികളും, ഇതൊക്കെയും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശത്രുക്കളാകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇവയൊന്നും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ വലിയ അപകടങ്ങളും വലിയ ശിക്ഷകളും, സാക്ഷാൽ ദൈവം തമ്പുരാന്റെ ഭാഗത്തു നിന്നുള്ള കോപവും അവന്റെ അപ്രീതിയും അതുവഴിയുള്ള ശിക്ഷകളും വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവമല്ലാത്ത സകലതും എന്റെ ശത്രുക്കളാണ്, എന്റെ ശത്രുവാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞാൻ ഇലാഹായി കാണുന്നത് റബ്ബൽ ആലമീൻ, സകല ലോകങ്ങളുടെയും റബ്ബായ, നാഥനായ, രക്ഷിതാവായ അല്ലാഹു ഒഴികെയുള്ള സകലതും ഇക്കാര്യത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ, ഇലാഹാകുക എന്ന വിഷയത്തിൽ എന്റെ ശത്രുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വിഗ്രഹങ്ങൾക്കുള്ള പൂജകൾ, വിഗ്രഹങ്ങളെ പ്രത്യക്ഷത്തിൽ നിർത്തിക്കൊണ്ട് വിഗ്രഹങ്ങളല്ലാത്ത ദൈവേതരമായ ശക്തികൾക്കുള്ള പൂജകൾ, ആരാധനകൾ, അവയോടുള്ള സഹായതേട്ടങ്ങൾ, അവയിലുള്ള സഹായം
പ്രതീക്ഷിക്കൽ, ഇതൊക്കെയും തൗഹീദിന് വിരുദ്ധമാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവല്ലാത്ത അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് എണീറ്റ് നിന്ന് മനുഷ്യ മനസ്സുകളിൽ സ്വാധീനം നേടിയെടുക്കുന്ന സകലതിനും ഒന്നിച്ചു ചേർത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗമാണ് ത്വാഗൂത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അതിരുവിടുന്ന മനുഷ്യൻ സൃഷ്ടി എന്നതിന്റെ പരിധി വിട്ട് ദൈവത്തിന്റെ അധികാര പരിധികളിലേക്ക് സ്വയം കടന്നു വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെടുകയോ ചെയ്യുന്ന അല്ലാഹുവല്ലാത്ത സകലതും ത്വാഗൂത്താകുന്നു. ആ ത്വാഗൂത്തിനുള്ള അനുസരണം നിങ്ങൾ ഉപേക്ഷിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പ്രവാചകന്മാരിലൂടെയും ഈ ലോകത്ത് പ്രബോധനം ചെയ്തിട്ടുള്ളത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ജനസമൂഹങ്ങളിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെ നിയോഗിച്ചത് അനിഅബ്ദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, യഥാർത്ഥ ദൈവമായ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യാനും ആ യഥാർത്ഥ ദൈവത്തിന്റെ അധികാര പരിധികളിലേക്ക് അന്യായമായി കടന്നു വരുന്ന സകല ശക്തികളെയും സകലത്തിനെയും വെടിയണമെന്ന് ആഹ്വാനം ചെയ്യാനുമാണ് പ്രവാചകന്മാർ ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ളത്. അപ്പോ റബ്ബുൽ ആലമീനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പല രീതിയിൽ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നാഥൻ. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, സൂര്യോദയ സ്ഥാനത്തിന്റെയും സൂര്യാസ്തമയ സ്ഥാനത്തിന്റെയും അധിപനായ അല്ലാഹു. ഇങ്ങനെ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അതിന്റെ രക്ഷാകർതൃത്വത്തിലും അതിന്റെ നിയന്ത്രണത്തിലും എല്ലാ അധികാരവുമുള്ള ഒരേ ഒരു അല്ലാഹുവിന് വേണ്ടിയുള്ള ആരാധനയിലേക്കാണ്, ഇബാദത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതാണ് ഹജ്ജിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്ന തൗഹീദിന്റെ പ്രമേയം എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും ബഹുദൈവാരാധന അല്ലെങ്കിൽ ഷിർക്ക് കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേർക്കുനേരെ കേവലമായ വിശ്വാസ കാര്യങ്ങളിലും ആരാധനാ വിഷയങ്ങളിലും മാത്രമല്ല മനുഷ്യർക്കിടയിൽ ഷിർക്ക് കൊടികുത്തി വാഴുന്നത്. മറിച്ച് നമ്മളെ നേർക്കുനേരെ ബാധിക്കുന്ന പ്രായോഗിക രാഷ്ട്രീയ ഭരണ അനുഭവങ്ങളിൽ പോലും ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും കാര്യങ്ങളുടെ അടിസ്ഥാനമായി വർത്തിക്കുകയും ചെയ്യുന്നത് ഷിർക്കാകുന്നു എന്നത് പകൽ വെളിച്ചം പോലെ നമുക്ക് പ്രകടമായ യാഥാർത്ഥ്യമാകുന്നു. ഇന്ത്യ രാജ്യത്ത് ഫാഷിസം അധികാരം വാഴുന്നതും ആ അധികാരം ഉറപ്പിക്കാനുള്ള സകല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതും അടിസ്ഥാനപരമായി ഷിർക്കിൽ കാലൂന്നി നിന്നുകൊണ്ടാണ്, ആ ഷിർക്കിനെ ഈ രാജ്യത്ത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഫാഷിസത്തിന്റെ വളരെ പ്രായോഗികമായ അപകടങ്ങൾ, അതിന്റെ ഹിംസാത്മകത അത് കേവലമായ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടല്ല ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതെന്നും മറിച്ച് ഷിർക്കിന്റെ ബഹുദൈവാരാധനയുടെ അടിസ്ഥാനത്തിൽ ആ അടിസ്ഥാന പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് രാജ്യത്ത് ഫാഷിസം പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് തിരിച്ചറിയേണ്ടുന്ന കാലമാണിത്. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തെ പ്രായോഗികമായി ഹിംസാത്മകമായി ശാരീരികമായി നമ്മുടെ ജീവിതത്തെ ബാധിക്കും വിധം ഷിർക്ക് കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവയൊക്കെ അഭിമുഖീകരിക്കാൻ നിർബന്ധിതാവസ്ഥയും ബാധ്യതയുമുള്ള മുസ്ലിം സമുദായം അവരുടെ തൗഹീദ് കറകളഞ്ഞതാണോ എന്ന പരിശോധന നടത്തേണ്ടതാണ്. ആ ഷിർക്കിനെതിരെയുള്ള, രാജ്യത്ത് കൊടികുത്തി വാഴുന്ന ഷിർക്കിനെതിരെയുള്ള നമ്മുടെ പ്രബോധനപരമായ ഉത്തരവാദിത്വ നിർവഹണം, നമ്മുടെ സമരങ്ങൾ, നമ്മുടെ പോരാട്ടങ്ങൾ, ഇതിനെയൊക്കെ നമുക്ക് മുന്നോട്ട് നയിക്കണമെങ്കിൽ ആദ്യം തൗഹീദിൽ കാലൂന്നു നിൽക്കാനുള്ള ജ്ഞാനവും അറിവും അതിലുള്ള ദൃഢതയും നമുക്കുണ്ടാവണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ അള്ളാഹുവിലുള്ള, ഏകനായ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ, ആ വിശ്വാസം എന്ന് പറയുന്നത് ആ ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള, അവന്റെ അധികാരങ്ങളെ കുറിച്ചുള്ള, അവന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം,
അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവനിൽ നിന്നുള്ള സഹായങ്ങളെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ജീവിതത്തിൽ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടായിത്തീരാനുള്ള ഏകമായ കേന്ദ്രം, ഉത്ഭവം, അതിന്റെ സ്രോതസ് അതേതാണ് എന്ന തിരിച്ചറിവ്, അതിനുള്ള പ്രതീക്ഷ, മറിച്ച് അവന്റെ ശിക്ഷയെക്കുറിച്ചും അവന്റെ അപ്രീതിയെക്കുറിച്ചുമുള്ള പേടിയും അതുപോലെ തന്നെ അസ്വസ്ഥതയും, ഇതൊക്കെ ചേർന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ആ ഏകദൈവ വിശ്വാസത്തിന്റെ യഥാർത്ഥ മർമ്മങ്ങളിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അഭിമുഖീകരിച്ച ധാരാളക്കണക്കായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾ ഒന്നുകിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പരീക്ഷണത്തിന് വിധേയമാവുക എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇഷ്ടപ്പെട്ടതിനെ കൈവെടിഞ്ഞ് തൗഹീദിനെ മുറുകെ പിടിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത വിജയത്തിന്റെ മർമ്മമായി, അടിസ്ഥാന കാരണമായി വിശുദ്ധ ഖുർആൻ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ജീവിതത്തിൽ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന, മനുഷ്യനെ ജീവിതത്തെ ഏറ്റവും പ്രയാസകരമാക്കുന്ന കാര്യങ്ങൾ, അതിങ്ങനെ കുന്നുകൂടി വന്നുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ, അതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ തനിക്ക് താങ്ങാനാവുമോ എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള വലിയ അപകടങ്ങൾ, വലിയ ഭീഷണികൾ തന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു വരുമ്പോഴും അവിടെ ത്യാഗസന്നദ്ധ പുലർത്തുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സാധ്യമായതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെയൊക്കെ ഒരടിസ്ഥാനമായി വർത്തിച്ചത് തൗഹീദിനെ കുറിച്ച്, ഏകനായ അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളെ കുറിച്ച്, അവന്റെ കഴിവുകളെ കുറിച്ച്, അവന്റെ അസ്മാവുകളെയും സിഫാത്തുകളെയും കുറിച്ച്, അവന്റെ ദൈവികതയെ കുറിച്ച്, അവന്റെ റുബൂബിയത്തിനെ കുറിച്ച് ഒക്കെയുള്ള ദൃഢമായ അറിവും വിശ്വാസവുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഇങ്ങനെ അചഞ്ചലമായി സകല പരീക്ഷണങ്ങൾക്ക് മുമ്പിലും പതറാതെ പിടിച്ചു നിൽക്കുവാനും അതിൽ വിജയം വരിക്കുവാനും അതിനെ തുടർന്ന് ഇഹലോകത്ത് തന്നെയും സകല ജനങ്ങളുടെയും ഇമാമായി അള്ളാഹു അവരോധിക്കാനും കാരണമായിട്ടുള്ളത് എന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ആ ചരിത്ര പാഠങ്ങളെ നമ്മൾ എടുത്ത് വായിച്ചാൽ നമുക്കും പഠിക്കാനുള്ള പാഠം തൗഹീദിലുള്ള ദൃഢത, അതിന്റെ പ്രബോധനം, അതിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസം, അതിനുവേണ്ടിയുള്ള ത്യാഗസമർപ്പണങ്ങൾ, ഇതുകൊണ്ടാണ് ഭൗതികമായി നമുക്കുള്ള പ്രതിസന്ധികളെ പോലും അധികാരം കൊണ്ടും അല്ലാതെയും നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ വിജയം വരിക്കാനുള്ള, അതിജീവനം നടത്താനുള്ള അടിസ്ഥാന മന്ത്രം കലിമത്തു തൗഹീദ് തന്നെയാണ്. ആ തൗഹീദിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് എന്നറിയുകയും എങ്ങനെയാണ്, ഏതൊരു തൗഹീദിനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത് നമ്മുടെ മുൻപിൽ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനും പഠിക്കാനുമുള്ള അവസരമാണ് ഈ ഹജ്ജ് സീസൺ എന്ന് ഓർമ്മിപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും കൈവിടാതെ സൂക്ഷിക്കാനും ആ മാർഗത്തിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും അതുവഴി അള്ളാഹുവിന്റെ പ്രീതിയും സഹായവും നേടിയെടുക്കാനും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും ആത്യന്തികമായ ജീവിത വിജയം നേടിയെടുക്കാനും നമുക്ക് തുണയും തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا واجعلها الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا واجعل الجنة هي دارنا وقرارنا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصر الإسلام والمسلمين وأذل الظلم والظالمين اللهم انصرنا على الحكام الظالمين اللهم أرنا في الظالمين عجائب قدرتك اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر أشهد أن لا إله